ഇവിടുത്തെ തമ്പുരാട്ടിക്കിന്റെ ബെറ്റും കാര്യങ്ങളൊന്നും നല്ലപോലെ വിരിക്കാൻ വെച്ച എന്തെങ്കിലും ഒന്നും കൊണ്ട് പറഞ്ഞാല് തമ്പുരാട്ടിന്റെ കയ്യിന്റെ വാണം പോരും. ഉമ്മ ഉമ്മ എന്താ ഉമ്മാക്കൊക്കെ വിളിച്ചിരുന്നോ? ഇക്ക വിളിച്ചിട്ട് 2-3 ദിവസമായി. ഞാനാണെങ്കി അങ്ങോട്ട് വിളിച്ചിട്ട് ഫോൺ കൊടുക്കണില്ല. എന്താ പറ്റിയെന്ന് അറിയൂല്ല. ആവോ ഇക്ക എങ്ങനെ അറിയാ? എന്റെ മോനേതായാലും എനിക്ക് വിളിക്കലുണ്ട്. ഇന്ന് രാവിലെയും കൂടി വിളിച്ചിരുന്നു. ഞാനാണെങ്കിൽ സൽമാന്റെ കല്യാണക്കാര്യവും എല്ലാ കാര്യവും അവനോട് ഞാൻ പറഞ്ഞും ചെയ്ത്. പിന്നെ ഇപ്പൊ ഇന്ന് രാവിലെ വിളിച്ചപ്പോൾ ഓന്റെ കൂട്ടുകാരന്റെ പെണ്ണുങ്ങൾ പ്രസവിച്ച കൂട്ടും പറഞ്ഞു എന്നോട്. പെൺകുട്ടീന്നാ ആൺകുട്ടീന്നാ അങ്ങനെ എന്തോന്ന് പറഞ്ഞും ചെയ്ത്. പണിക്കിറങ്ങാന്ന് പറഞ്ഞിട്ട് ഓൻ വെച്ചും ചെയ്ത്. ആ കുറച്ചു കാലൊക്കെ മനുഷ്യന്മാര് കണ്ണിൽ ഇരുട്ട് മൂടി നടക്കുള്ളൂ. പിന്നെ കൊറേ കഴിഞ്ഞ വെളിച്ചം വെക്കും ചെയ്യും, വിവരം വെക്കും ചെയ്യും. എന്നാലും ഇക്കാക്ക് എന്താ പറ്റിയത്? ഇക്ക അമ്മാക്ക് വിളിക്കണ്ട്, സംസാരിക്കണ്ട്, വിവരങ്ങൾ അറിയണ്ട്. പക്ഷെ ഞാൻ വിളിച്ചാൽ ഫോൺ എടുക്കണില്ല. എനിക്കാണെങ്കിൽ ഇങ്ങോട്ട് വിളിക്കണില്ല. ഞാൻ അങ്ങോട്ട് വിളിക്കുമ്പോൾ കട്ടാക്കണം. അതിന് മാത്രം ഞാൻ എന്താ ചെയ്തത്? എനിക്കിവിടെ ആകെപ്പാടൊരാശ്രയം ഇക്കായിരുന്നു. അതിന് ജംഷി ആ ഇത്ത എന്തേ എനിക്ക് സുഖമില്ലേ? ഇക്ക കുഴപ്പമൊന്നുമില്ല. ആ ഞാൻ വന്ന കാര്യം പറയാൻ പറഞ്ഞ ഇവിടെ എൻ്റെ അമ്മായിമ്മ. അമ്മ കുളിക്കാണ്. ഞാൻ വിളിക്കത്ത കേറി. വേണ്ട ഇക്കേ 2-3 സ്ഥലത്ത് പോവാണ്ട്. ഉമ്മാന്റെ കുളി കഴിഞ്ഞ് വന്നാലേ പറയോണ്ടി. എന്റെ മരോളെ പ്രസവത്തിന് കൂട്ടി കൊണ്ടുപോവാണ്. രാവിലെ 11 മണിക്കാണ്. ഉമ്മാനോട് രാവിലെ ഒന്ന് വരാൻ പറയോണ്ടി. എന്നാ ഞാൻ പോട്ടക്ക് 2-3-4 പേരേലും കൂടി പറയാണ്ട്. ആ ശരി ഇത്താ. ജംഷി ആരപ്പോ ഇവിടെ വന്നീന്ന്? അതുമ്മ റംലത്തായിരുന്നു. റംലത്താന്റെ മരുമോളെ നാളെ പ്രസവത്തിന് കൊണ്ടുപോകണ്ടല്ലോ. അപ്പൊ ഉമ്മാനോട് രാവിലെ നാടെ വരെ ചെല്ലാൻ പറഞ്ഞു. മറ്റുള്ളവരെ പെരയിൽ പ്രസവത്തിന് കൊണ്ടൊക്കെ കാണാൻ എന്റെ യോഗമുള്ളൂ. ഏതായാലും ഈ പെരന്റെ ഉള്ളിൽ അങ്ങനെ ഒരു സംഗതി ഉണ്ടായിട്ട് എത്രയും കാലം ഉണ്ടാവുമെന്ന് ആർക്കറിയാം. ഇതൊക്കെ ഒരു വിധി. ഹലോ ഇക്ക നിങ്ങൾക്കിപ്പോ എന്താ പറ്റിയത്? നിങ്ങളിപ്പോ വിളിച്ചിട്ട് എനിക്കിപ്പോ എത്ര ആയി? നിങ്ങൾ ഉമ്മാക്ക് വിളിക്കണ്ട്, എനിക്കെന്താ വിളിക്കാത്തത്? അതൊന്നുമില്ല, വർക്കുണ്ടായിരുന്നു, ഞാൻ പിന്നെ വിളിക്കാം. ഇക്ക വെക്കല് നിങ്ങൾക്ക് എന്താ പറ്റിയത്? ഈ വീട്ടില് ഇക്ക ആകെ ആശ്വാസം നിങ്ങളാണ്. നിങ്ങളും കൂടി ഇങ്ങനെ ചെയ്താൽ ഞാൻ എന്താ ചെയ്യക്ക? ഇക്ക പറയും. അപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടത്? നാട്ടുകാരും വീട്ടുകാരും എല്ലാരും ചോദിക്കുന്നു നിനക്കെന്താ കുഞ്ഞാവാത്തത് എന്ന്. 6 മാസം കൂടുമ്പോ നാട്ടിൽ പോയി വരണുണ്ടല്ലോ എന്ന്. ഒപ്പം ജോലി ചെയ്യുന്ന എല്ലാവർക്കും കുഞ്ഞായി, എനിക്കോ? ഇക്ക എന്തൊക്കെ ഈ പറയണത്? ഇക്കാക്ക് മാത്രമുള്ള വിഷമം എനിക്കില്ല വിഷമം. ഇക്കാനോട് ഒരു ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞ ഇക്ക കാണിക്കൂല. ഉള്ള എല്ലാ ടെസ്റ്റ് എനിക്ക് ചെയ്ത് അതിലൊന്നും എനിക്കൊരു കുഴപ്പമില്ല. ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യേണ്ടത്? മതി, സത്യം പറഞ്ഞ എനിക്കിപ്പോ ഈ ജീവിതത്തോട് മടുത്തു. മതി, നമുക്ക് 2 പേർക്ക് 2 ബൈക്കാവാം. ഇക്ക എന്താ പറഞ്ഞ്?